തലയിൽ ചൂതിയാലില്ലേ നോക്കട്ടെ. ആണ് പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു കേടുപാടുകളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എനിക്ക് എന്റെ സ്വന്തം ചെടികളിന്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്റെ ഫ്ലവർ ചെടിയാണ് കേട്ടത്. എനിക്ക് ഗ്രീനും യെല്ലും കൂട്ടിയിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടായത്. പിന്നെ പറയുന്നത് ഇപ്പൊ ഗൈസ് എന്റെ കുറച്ച് ഫ്രണ്ട്സുകളും പിന്നെ ഒരു ഫ്ലവർ ചെടികളും എനിക്കുണ്ട്. ഞാൻ ഫ്ലവർ ആദ്യം കാണിച്ചു തരാം. ഫ്രണ്ടൊക്കെ ഇതാണ്. അപ്പൊ ഗൈസ് ഇതാണ് ഹിബിസ്കസ് ചെടി. അതാ ഇത് കൊറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ ചുറ്റും മുന്നൊക്കെ എല്ലാം പറിച്ചു, എല്ലാം പറിച്ചു. പിന്നെ കുറച്ച് മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ വളർന്നത്. പക്ഷെ ഒക്കെ നമ്മുടെ ന്യൂനു ഇന്ന് 3 മുട്ട ഇട്ട് കണ്ടോ. ഇവിടെ ഓണം ഇട്ടുകൊണ്ട് നടന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പൂവ് കാണാൻ പറ്റില്ല. ഗായ്സ് ഇതാണ് 10 മണി മുല്ല എന്നാണ്. 10 മണി കഴിഞ്ഞു ഗായ്സ്. എന്നിട്ട് വാടി 10 മണി കഴിഞ്ഞത് കാരണം ഇന്ന് രാവിലെ അല്ലേ ഇതാ അവിടെ 10 മണി ഫ്ലവർ ആയിരുന്നു കേട്ടോ. ഹലോ ഗായ്സ് അവിടെ 10 മണി മുല്ല അതാ ആ ചെറിയ മുട്ട ആ ഒരു കളറിലാണ്, ആ യെല്ലോ കളറിലാണ് ആ പൂവുണ്ട്. ഇന്ന് രാവിലെ നല്ല രസമുണ്ട്. ഇതിന്മേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പൂവാണ്. അപ്പൊ വാടിപ്പോയി. ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ച് എടുക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ് ഞാൻ അടുത്ത ചെടിയിലോട്ട് പോവാം. ഇതാണ് ഞാൻ ഫോട്ടോ ഷൂട്ടൊക്കെ ഇടുന്ന ഒരു സ്ഥലം. ഇവിടെ ഫോട്ടോ എടുക്കാന് മാത്രം ഈ ചെടിന്റെ അടുത്ത് വരലുള്ളൂ. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ എന്താവും ചാടില്ലേ. അപ്പൊ ഗായ്സ് ഇവിടെ കൊറേ ചെടികളുണ്ട് കേട്ടോ. ഇത് പാമ്പിനെ പോലെ ഉണ്ട്. ഇത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു, ഇത് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പണി നോക്ക് എന്താ ചുട്ടത്. മണ്ണ് ഇല എടുത്തിട്ടില്ലേ, മണ്ണ് നിറച്ചിട്ട് കളിക്കുന്ന ഒരു പണിയാണ് കേട്ടോ. ഇവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണി ഇതാണ് ഗൈസ്. മുന്നെവിടെ ഇപ്പൊ ഗായ്സ് ഈ ഒരു ചെടിയില് ഒരു വൈറ്റ് പൂക്കൾ ഉണ്ടായിട്ട് അപ്പൊ ചുറ്റും മുന്നൊക്കെ എല്ലാം പറിച്ചെടുത്തു. നമുക്ക് കോഴിക്കളെ കാണാൻ പോയാലോ? അപ്പൊ ഗായ്സ് എന്റെ കുറുമ്പികളെ കാണാൻ പോയാലോ? എന്റെ ഫ്രണ്ട്സ് ആണ്. നമുക്ക് നല്ല സ്വർക്കൊക്കെ ഉള്ളതാണ്. നമുക്ക് പോയാലോ? നല്ല വെള്ള നിറത്തിൽ ബ്യൂട്ടിഫുൾ ആയ കോഴിക്കളാണ് നമ്മൾ കാണാൻ പോകുന്നത്, എന്റെ കുറുമ്പികളും. അപ്പൊ ഗായ്സ് ഈ ഒരു പ്ലാന് മറന്നു പോയിട്ടോ കാണിച്ചു തരാന്. ഈ ഒരു ഇതിന്റെ കളറാണ് കേട്ടോ ഗൈസ്, അടിപൊളി. എനിക്ക് ഇഷ്ടമല്ല, എന്റെ ഫേവറേറ്റ് ഒരു കളറാണ്. എന്താ ഇതിന്റെ കളറ്? പർപ്പിൾ കളർ. ഇതിന്റെ പേരെന്താ? നീല കൊളാമ്പിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. എനിക്ക് ശരിക്കും പേര് അറിഞ്ഞൂടാ. പക്ഷെ ഇത് എല്ലായിടത്തും ഉണ്ടാവലുണ്ട് കേട്ടോ. രസമുള്ളൊരു പൂ. അയ്യോ പറഞ്ഞു, അയ്യോ. ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ യെല്ലോ തലയിൽ ചൂതിയാലില്ലേ നോക്കട്ടെ. നമുക്ക് കുറുമ്പികൾ കാണാം ഗൈസ്. ഹായ്. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ എന്റെ കുറുമ്പികൾ ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് കാണാൻ വാ. ഫ്രണ്ട്സിനെ കാണാം ഗൈസ്. വെള്ള കോഴിക്കുകളാണ്. അയ്യോ
വൈറ്റ് കളർ കോഴികളാണ് കേട്ടോ. ഒരു ഇതാ ഫുഡ് കഴിക്കുവാണ്. നമുക്ക് മെല്ലെ ഓപ്പൺ ആക്കി നോക്കാം. ആരട്ടത്? അങ്ങനെ ഇവിടെ നമ്മുടെ കോയിനെ പിടിക്കൽ നടന്നു. എനിക്ക് തന്നെ എന്തൊരു നല്ല സുഖം. ഇത് നോക്കിയതിന്റെ ഒരു ചെറുക്ക് ഇങ്ങോട്ട് നോക്കിയ നല്ല നല്ല സ്മൂത്താണ്. ഒത്തുവോ? ഒത്തുമില്ലല്ലോ. ഒത്തുമില്ല. എന്ത് കാട്ടിലിട്ടത് പാവാണ്. ഇതിനെ പുറത്ത് വിടാറേ ഇല്ല. ഇവന് റൂമിനകത്തേ നിൽക്കുന്നൊരു കോഴിയാണ്. നമ്മളിതിനെ കോഴിക്കുട്ടിയുടെ കോഴി കൂടിന്റെ അടിയിൽ ഇതിന്റെ കോഴിക്കൂടിന്റെ താഴെ ഒരു കോയും കൊറേ കോഴിക്കുഞ്ഞുങ്ങള്. വൈറ്റ് കളർ ഉണ്ട് കേട്ടോ ഗൈസ്. എത്ര ഉണ്ടോ നോക്ക്. വൈറ്റ് അവിടെ കിടക്കുന്നത് 3, 4, 5, 6, 7, 8 ചിക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. 8 ചിക്സ് ആണ് അല്ലേ? അല്ലേ? വൈറ്റ് ഇല്ല, ഒരു ക്രീമും നല്ല ഭംഗിട്ടോ. അയ്യോ ഒന്ന് നോക്കി, ഒരു കോയിന്റെ മേലെ ചാടി കയറിയില്ലേ. നല്ല ാണെന്ന് തോന്നുന്നു ഇവർ. അമ്മയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ കോഴിയുടെ മുട്ട ഇവിടെ കിട്ടിയാണ്. മുട്ട കൈക്കലാക്കിയിട്ടുണ്ട്. കുഞ്ഞിന് തൊടാൻ കൊടുക്ക്. കോയിന്റെ മുട്ട നിലത്തിടരുതിട്ടാ. രണ്ട് പേര് മുട്ട. അപ്പൊ ഗൈസ് ഇതാണ് മുട്ട. നമ്മള് മുട്ട ഇനി കൊണ്ടുപോവാണ്. മുട്ട അധികം നമ്മൾ കൂട്ടിൽ വെക്കാറില്ല. അത് എപ്പോഴും പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. അതുകൊണ്ട് ചുട്ട് വിട വേഗം വന്ന് നമുക്ക് നെല്ലിക്കോട്ടെ പോ. അപ്പൊ ഗായ്സ് നമുക്ക് നെല്ലിക്ക മരത്തിൽ ചോട്ടില് പോവാ. പറഞ്ഞു വന്നത് ഗൂസ്ബെറിയുടെ ട്രീയിൽ പോകുന്നതാണ്. ചെലപ്പോ ഉണ്ടാവും, ചെലപ്പോ ഉണ്ടാവില്ല. അങ്ങനെ പോയൊക്കെ നല്ല. അപ്പൊ നമുക്ക് ഒപ്പം പോവാ. അപ്പൊ ഗായ്സ് അതാണ് നമ്മളെ നെല്ലിക്ക മരം. അവിടെ ഉണ്ട് നെല്ലിക്ക, അവിടെ ഉണ്ട് ഗായ്സ്. രണ്ടും കൊറേ ഉണ്ട് ഗായ്സ്. അത്യാവശ്യം നല്ല വലിപ്പമില്ല നെല്ലിക്ക ഉണ്ട് കാണുമ്പോ. ഇടാൻ നെല്ലിക്ക പറിക്കാൻ ആളെ കിട്ടിയിട്ടില്ല. നമുക്കൊന്നും എത്തില്ല. ഇത്രയും ദൂരമാണ്, ഉയരത്തിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ഉള്ളത് ചോദ്യ സമയം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വീട്ടിൽ നിന്ന് ഉണ്ടാവും. ആർക്കാ ഇത് പറയണത്? അങ്ങനെ കുറേ നേരമായിട്ടോ നമ്മൾ ഇവിടെ തിരയുന്നു. ഇതാ ലാസ്റ്റ് അങ്ങനെ നമ്മളൊരു നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ചെറുതായി പോയിട്ടോ, ഭയങ്കര ചെറുതാണ്. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു കേടുപാടുകളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിരഞ്ഞു കിട്ടോ.
പക്ഷേ എങ്കിൽ നമുക്ക് കാണാനായില്ല. രാവിലെ എല്ലാം വരുമ്പോൾ അത്യാവശ്യം കുറേ നമ്മളിവിടെ നിലത്തുനിന്ന് നമ്മൾക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളാ ചെറുത് കണ്ടിട്ട് ഇതാ ഷുട്ടൂന് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അവന് കൊടുത്തു. അവനത് ഹാപ്പി ആയിട്ട് നമ്മൾ നെല്ലിക്ക പറിക്കാൻ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ പറപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് ഈ മരത്തിലില്ലേ കയറാൻ ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടില്ല പ്രശ്നമാണ്. പിന്നെ തോട്ടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മേലത്തൊന്നും നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് വേണം നമുക്ക് അച്ചാറെല്ലാം ഇട്ട് വെക്കാം. അതെല്ലാം നമ്മളെ നുനു നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു നെല്ലിക്കയും കിട്ടാൻ സങ്കടത്തിൽ ഇതാ ഷുട്ട് പോവുകയാണ്. ആർക്കൊക്കെയാണ് നെല്ലിക്ക ഇഷ്ടം കേട്ടോ. ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നുനു ഇല്ലേ നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിക്കലാണ് പണി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ലാത്തവർ കുടിച്ചു നോക്കൂ. അപ്പോൾ ഗായ്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോയിലിട്ട് വരാം. ബൈ.